ഇതിൽ നമ്മൾ പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. ശക്തമായ ശ്രദ്ധേയമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമായ ആറന്മുളയിലേക്ക്. ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന് ആറന്മുളയിലെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് 24-നോട്. എന്ത് രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഉണ്ടായാലും തനിക്ക് ഭയമില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കുമെന്നും വീണ ജോർജ് പറയും. ആറന്മുള നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ പര്യടനം പുരോഗമിക്കുകയാണ്. ഒരു ട്രയാങ്കിൾ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമായിട്ട് ആറന്മുള മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ത്രികോണ പോരാട്ടത്തിൽ എത്രമാത്രമുണ്ട് ആത്മവിശ്വാസം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം, നല്ല ഭൂരിപക്ഷത്തോടെ 2021-നേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ ആറന്മുള നിയോജക മണ്ഡലത്തിൽ നമുക്ക് ലഭിക്കും. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ കുമ്മനം രാജശേഖരൻ NDAയുടെ സ്ഥാനാർത്ഥി ഓർത്തഡോക്സ് സഭയുടെ തുമ്പവൺ ഭദ്രാസനത്തെ നേരിൽ പോയി കാണുകയും ഓർത്തഡോക്സ് സഭയുടെ വോട്ട് തനിക്ക് അനുകൂലമാകുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം വീണ ജോർജും അബിൻ വർക്കിയും ഓർത്തഡോക്സ് സഭയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, സഭയുടെ മക്കളാണ്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം എന്താണ് വീണ ജോർജിനെ സംബന്ധിച്ചുകൊണ്ട്? എല്ലാവരുടെയും വോട്ടുകൾ, എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ ലഭിക്കും. അതിലെല്ലാ മതവിശ്വാസികളുടെയും എല്ലാവരുടെയും വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ ലഭിക്കും. എല്ലാവരുടെയും വോട്ട് ലഭിക്കും. ഓർത്തഡോക്സ് സഭ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളുടെയും, എല്ലാ സമുദായങ്ങളുടെയും, എല്ലാ സഭകളുടെയും, സമുദായങ്ങളുടെയും, എല്ലാ മതവിശ്വാസികളുടെയും വോട്ടുകൾ ഇടതുപക്ഷത്തിന് ലഭിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതിൽ എല്ലാ മുൻ കാലങ്ങളിൽ ഇപ്പോൾ പിന്തുണയ്ക്കാത്തവരും ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കും. അവസാനമായിട്ട് ഈ കണ്ണൂരിലെ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകരടക്കം മണ്ഡലത്തിലെത്തി UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. കാരണം ഒരു വനിതാ മന്ത്രിയെ ഞാൻ ഒരു കാറിൽ പോകുമ്പം കരിങ്കൊടി കാണിക്കുമല്ലോ ചെയ്തത്. അതിൽ ഒരു കേസ് നിലനിൽക്കുന്നുണ്ടല്ലോ, അതിൽ കേസും കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഞാൻ നടന്നു പോകുമ്പോൾ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ, റെയിൽവേ സ്റ്റേഷനുള്ളിൽ വെച്ചാണല്ലേ എനിക്കെതിരെ വന്നത്. അതിൻ്റെ എല്ലാം ദൃശ്യങ്ങൾ പ്രചരിച്ചതാണ്. അവർ വരുന്നത് നല്ലതാണ്. ഈ നാട്ടിലെ ആളുകളെ, ഇവരാണ് അന്ന് കണ്ണൂരിൽ നിന്നുള്ള ആളല്ലല്ലോ, കോഴിക്കോട് നിന്നുള്ള ആളല്ലേ. കോഴിക്കോട് നിന്നൊരാളുണ്ടായിരുന്നില്ലേ, വളരെ ആസൂത്രിതമായിരുന്നില്ലേ അന്നത്തെ ആക്രമണം. മന്ത്രി ഏതായാലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. തന്നെ ആക്രമിച്ചവർ പ്രചാരണത്തിന് വന്നാൽ അത് വോട്ട് കൂട്ടും എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.